അപ്പൂസ എന്താണല്ലേ നിറയെ അരിനെല്ലിക്ക കണ്ടോ. നമ്മള് ഇവിടുന്ന് നിന്നന്ന് ഇഷ്ടം പോലെ നമ്മൾ ഉപ്പിലിട്ടേന്ന് എല്ലാവർക്കും കൊടുക്കുന്നു, വരുന്നവർക്കും പോണവർക്കൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ പഴയ വീട്ടിലാട്ടോ. അതായത് നമ്മൾ വാടകയ്ക്ക് നിന്ന് നാസ്രാക്കാൻ്റെ ഒക്കെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചക്കട വന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും ഇവിടെ വരുമ്പോഴത്തേനും ആൾക്കാർക്ക് അറിയാം എന്തിനാ വന്നത്. എന്തിനാ വന്നതെന്നറിയാം. മാത്രമല്ല ഈ ഏരിയ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മളെ വാടക വീടാണ് എന്ന്. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണെന്നറിയാം, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇപ്പോൾ ഇത് അടച്ചിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ വല്ല ജന്തുക്കളൊക്കെ കയറി പോണെങ്കിൽ നായ്ക്കളൊക്കെ കയറുന്നതിനോട് മുന്നേ അടച്ചിട്ടിട്ടുണ്ട്. വാടക ചാവി നമുക്ക് തുറന്നൊക്കെ ഉള്ളിൽ കയറാം. പിന്നെ ചകിരി ചിരട്ടൊക്കെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള പോലെ തന്നെ ഇവിടെ ചക്ക, അരിനെല്ലിക്ക, ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെ ആ പ്രാവശ്യത്തെ പോലെ തന്നെ കാക്കങ്ങളെ വീട്ടിലൊന്ന് വിളിച്ചപ്പോ വരാന് ആണ് അമ്മേനോടാക്കിയാണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സന്തോഷേട്ടനും അപ്പൂസും കൂടി രണ്ടും കൂടി അമ്മയത്ത് ഞാൻ നിന്നിട്ട് ഒരെണ്ണം പറഞ്ഞേക്കാൻ വിചാരിച്ചാണ്. പിന്നെ അല്ല, നമുക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചും കൂടി തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താണെന്നറിയോ, നമ്മളെ പണ്ട് മുതലേ നമ്മളൊപ്പം ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് വാടക വീട്ടിലത്തെ വിശേഷം എന്താ, അവിടെ പോലുണ്ടോ, അതിൽ വേറെ ആൾക്കാർ താമസം ഉണ്ടോ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ താമസമൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ മിനുക്ക് പണികളൊക്കെ ചെയ്യേണ്ടത്, അതൊക്കെ മരങ്ങളൊക്കെ നാശമായിട്ടുണ്ട്. നമ്മൾ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് പിന്നെ അത്രയും നമ്മളടുത്ത ഇതാണ്, അതുകൊണ്ട് നമ്മൾക്ക് തന്നതായിരുന്നു വീട്. എന്നാലും എന്താ പറയുക, നമ്മൾ തിരുമകലിലേക്ക് ഇവിടെ ഇന്നോട്ടെ പാത്രമൊക്കെ കഴിക്കുന്നത് മഴ പെയ്യുമ്പോഴേ ഇവിടെ ഈ മുറ്റത്താണ് അടുപ്പുണ്ടാക്കിയത് ഞങ്ങള്. ഇതാക്കണതിന്റെ ഇഷ്ടികയൊക്കെ ഇവിടെ നമ്മൾ ഇഷ്ടിക വെച്ചിട്ടുണ്ട. ഇത് അടുപ്പിന്റെ ഇതാണ്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ആ പാത്രം കഴുകിയത് മഴ പെയ്യുമ്പോ തലയിലെ കവറൊക്കെ കെട്ടിയിട്ടില്ലേ ആ ഭാഗത്ത്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങള് ചോറുണ്ടായിരുന്നത്. നമ്മളൊരു മേശ അവിടെ ഇടും, എന്നാ പിന്നെ നമുക്ക് എല്ലാരും കാണാം. അരിനെല്ലിക്കന്റെ ക്ഷാമം നമുക്ക് അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് അതൊക്കെ പഞ്ഞം തീർന്ന് ടേസ്റ്റ് നോക്കാന്. പിന്നെ ഇതാ തിരുമണ കല്ല്, പാത്രം തിരുമണ തിരുമാകല്ല്. മഴ പെയ്യുമ്പോ നമുക്ക് വരാട്ടോ അങ്ങോട്ട്. പ്രത്യേക രസമുണ്ടോ, കാരണം കടന്നുറങ്ങുമ്പോഴേക്കേ ഈ രാവിലെയൊക്കെ നിൽക്കുമ്പോ കിളികളെ നല്ല സൗണ്ടും ഇപ്പോഴും ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി പ്രത്യേകതയാണ്. ഇങ്ങനെ നിറയെ മരങ്ങളല്ലേ, അപ്പൊ എല്ലാ ജീവികളുടെ സൗണ്ട് ഉണ്ടാവും. പന്നിയിറക്കത്തെ കൂടെ ഇങ്ങനെ പോകും, ഭയങ്കര പോണതാ. നമുക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് അങ്ങനെയൊക്കെ പേടിയിരുന്നു. ഇതൊക്കെ ഉണ്ടാവുകയും കാരണം കാക്കക്കൂടെ ഓരോ സാധനങ്ങൾ കുഴിച്ചിട്ടല്ലേ ഒക്കെ തരക്കാൻ വരിക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിന്നതൊക്കെ ഇഞ്ചിയായിരുന്നു, ഇപ്പൊ മഞ്ഞളല്ലേ ഇത്. പിന്നെ തേനീച്ചനെ പിടിക്കാൻ വേണ്ടിട്ടൊക്കെ ഈ ചുമരുമലി ഒക്കെ നീ വെച്ചത് ചിരട്ട വെച്ചിരുന്നു. എന്താലേ ഇങ്ങനത്തെ വീടൊന്നും നമുക്കേ ഇപ്പൊ അങ്ങനെയൊന്നും കാണാൻ കിട്ടൂല. ഉണ്ടാവും, പക്ഷെ അതിലൊന്നും താമസമൊന്നും ഉണ്ടാവില്ല. പുതിയ വീടൊക്കെ ആക്കിയിട്ടുണ്ടാവും. കൊറേ താമസിക്കുന്നവരുണ്ട്, എത്രയുണ്ട്. ഒന്നുമില്ലാത്ത ഷെഡില്ലാത്ത ആൾക്കാരല്ലേ. നമ്മള് വീടിന്റെ ഉമ്മറത്ത് പോയിക്കട്ടെ. ഞാൻ വന്നപ്പോഴേ പറയുന്നുണ്ട് ഉമ്മറത്തേക്ക് പോകാന്ന്. ഫസ്റ്റ് നമുക്ക് അടുക്കള ഭാഗത്ത് നിന്ന് തുടങ്ങാന്ന് അറിഞ്ഞത് സന്തോഷമാണ്. അപ്പോൾ അപ്പു വെട്ടത്തി കൊണ്ട് ചക്കട ധൃതിയായിരിക്കുകയാണ്. ഇവിടുന്ന് പോയിട്ട് അപ്പൂസ് കേട്ടാ വന്നിരുന്നത് ബാത്റൂമിക്ക്. നമുക്കവിടെ യൂറോപ്യൻ അത് നല്ല മഴ പെയ്യുമ്പോഴാണ് വെള്ളം മീനൊക്കെ ഉണ്ടാവുക. അതാണ് വടക്കൊടി ചകിരിയൊക്കെ അവിടെ ഫുള്ളായിട്ട് അതിലെ കയറാം. വാതിൽ വെക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. എന്തേലും പറയടോ, എന്തെങ്കിലും ഉണ്ടാക്കണേ. ഉഷാറായില്ലേ? അപ്പൊ ആ കത്തി അടച്ച എന്നിട്ട് തോട്ടിലെ കുറച്ച് വെള്ളം ഉണ്ടോ? തോട്ടില് വെള്ളമല്ല, തോട്ടിലുള്ള ഇവിടെ തിരുമ്പിട്ടുണ്ട്. കഴിക്കുന്ന തുണിയൊക്കെ വെള്ളം വരുമ്പോ നമ്മളെ താത്താരൊന്നും ഇല്ല. ഇപ്പഴത്തേന് ആശ്രാക്കിയും താത്തയ്ക്ക് റബ്ബർ ഇട്ടാൻ പോയതാട്ടോ. അവര് വന്നിട്ടില്ല. ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. കുന്നിയാണ് ഈ നമുക്ക് കുന്നി ഔഷധമാണ്. നീര് വലിച്ചെടുക്കണ മരുന്ന് അത് കുന്നി. ചക്കട അമ്മമ്മ ഒറ്റയ്ക്കാണ്, നമുക്ക് വേഗം പോണം. അപ്പൊ നമ്മള് വീട് എപ്പോഴും പറയുന്നുണ്ട് വന്നിട്ട് ഒരു ദിവസം തുറന്നിട്ടുള്ളു കയറണമെന്ന്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് സാധിക്കും തോന്നണില്ല. ഒറ്റയ്ക്ക് ജനൽക്കൊടൊന്ന് പോലേക്കണം. അതിന്റെ ഉള്ളിൽ ഓലക്കൊടിക്കട്ടെ. അങ്ങനെ എടുക്കട്ടെ, മാറിക്കൊണ്ടിട്ടോ. ഇതെന്തായാലും കേട് വരുന്നുണ്ട്. ഇത് ഇടുന്നല്ലേ ചാരി നിക്കണ ഭാഗേ. ഞാൻ മാറട്ടെ കിട്ടോ.
കാലം വെക്കാണ് നേർപ്പണ്ട് ഇതെന്താ പോലിക്ക് വേണ്ട വിളഞ്ഞു കല്ല വേത്ത് കൂടെ വിളഞ്ഞു പുതിയേക്കാവും പുതിയേക്കാവും ഇങ്ങോട്ടേക്ക് കുറച്ചപ്പടി നല്ല കനുണ്ട്. ഞാൻ കുറച്ചേരം എടുത്തിട്ടുള്ളൂ. പൊന്തലില്ല, പൊന്തലുണ്ട്. രണ്ടാളും കൂടി ഷെയർ ചെയ്തെടുത്താലേ വീട് ഇവിടെ എത്തിയിട്ടോ. അപ്പൂസ് മുന്നിൽ പോയി. വേഗം ചെന്ന് നമുക്ക് വെട്ടിക്കറിയിക്കാം. അമ്മ നോക്കിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ചക്ക ചെയ്യാൻ മതി. ഇത് കഞ്ഞി ചോറൊന്നും വേണ്ടില്ല, അല്ലെങ്കിൽ തന്നെ വേണ്ട. ചക്കയാകുമ്പോൾ പിന്നെ തിന്നോളും. കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താലേ. ചക്കല്ലേ മൂത്തിട്ടുണ്ട്. കണ്ടപ്പോൾ മൂത്തില്ല എന്നൊക്കെ തോന്നിയത്, പക്ഷെ നല്ല മൂപ്പായിട്ടുണ്ട്. അപ്പം എന്നൊരു വെറൈറ്റിയാണ് ചക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഓക്കെ, എൻ്റെ അടുത്ത് വേറെ സാധനം ചേമ്പിൻ്റെ വലിയ ചേമ്പില്ലേ നീളത്തിലുള്ള അതിൻ്റെ ഇതാണ് കേട്ടോ. അത് ഒരട്ടാണ് വിത്താണിത്. അപ്പോൾ ഇത് നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് മണ്ണിൽ വെച്ചിട്ടില്ല. അപ്പം ഇത് വെക്കണം. സിന്ധ്യച്ചിക്ക് വേണം തിന്നൊരു കഷ്ണം, സന്ധ്യച്ചിക്ക് വേണം തിന്നൊരു കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ കോരി വെച്ചിട്ട് വേണം നമുക്കിത് മണ്ണിൽ വെക്കണം, കുഴിച്ചിടാൻ. ചേമ്പും തണ്ടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചക്ക അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇന്നൊരു വെറൈറ്റി കേട്ടോ. നമ്മളെ വീടിന്റെ നമ്മളെ ഈ ചക്ക ഇട്ടില്ലേ അവിടുത്തെ താത്ത വെക്കണ മോഡല്. ആ മോഡലാണ് കാക്ക ഇന്നലെ ഒന്ന് പറഞ്ഞത് എങ്ങനെയാന്നൊക്കെ. വേറെ പണികളൊന്നുമില്ല, എളുപ്പമാണ്, സിമ്പിളാണ്. അതിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. നല്ല മൂർത്തിലിട്ടത്. അതോടെ തന്നെയാണ് ആ കളി കളിക്കണേ. അപ്പൊ അരിഞ്ഞെടുക്കാം. അറിയില്ലേ നമ്മള് ചക്ക കെട്ടെറിഞ്ഞ് കുറച്ചു നേരം ഒന്ന് പോയി ഇല്ല. അപ്പൊ അവിടെ ഇരിക്കപ്പോ അടുത്ത അലോട്ട്മെന്റ് വന്നു, അത് നോക്കാൻ പോയതായിരുന്നു. അപ്പൊ നമുക്ക് ചെറുകോട് തന്നെയാണ് കിട്ടിയത്. ചെറുകോടും ചാരങ്കാവും നമുക്ക് സെയിം ദൂരാണ്. പോകാനൊക്കെ എളുപ്പമാണ്, വരാനൊക്കെ. അപ്പൊ അങ്ങനെ ചെറുകോട് തന്നെ. പക്ഷെ നമുക്ക് ചാരങ്കാവ് കിട്ടും പറഞ്ഞിരുന്നു. അപ്പൊ എന്തോന്ന് അതിന്റെ ഇടയിൽ കൂടെ ചാരങ്കാവിക്കും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചാരങ്കാവല്ല കിട്ടിയത്. എന്താ സംഭവിച്ചതിന്റെ ഇടയിൽ കൂടെ അവര് അതിന്റെ ഇത് കളഞ്ഞോല്ലേ? നമ്മള് കൊടുത്തത് അവര് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ചോദിക്കണം ഞാൻ പോകുമ്പോ നമ്മോട് അനുവാദമില്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നോട് പറഞ്ഞതാണ് ചാരങ്കാവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത അലോട്ട്മെന്റിൽ ചിലപ്പോ ചാരങ്കാവിനെ കിട്ടും പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു നമ്മളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. സ്കൂളിൽ വിളിപ്പിച്ചിട്ട് വിളിക്കാൻ പാടില്ല, നമ്മളെ രക്ഷിതാക്കളെ വിളിക്കേണ്ട ആവശ്യമില്ല. മറ്റത് എന്തായാലും ഞാൻ വേണ്ട പറഞ്ഞിരുന്നു. കാരണം കുറച്ച് ബുദ്ധിമുട്ടാ പോകാനുള്ളത്. തിരുവാലിക്ക് കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് പോകണം. പിന്നെ VMC എന്തായാലും കിട്ടൂല. പിന്നെ വാണിയമ്പലമൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് സ്കൂളുണ്ടാകുമ്പോൾ ഇപ്പോൾ അവിടേക്കൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നമ്മളവിടെ ഒഴിവാക്കി. പക്ഷെ ചാരങ്കാവും അല്ലെങ്കിൽ ഇവിടെ കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. അടുത്ത അലോട്ട്മെന്റിൽ എന്തായാലും ചാരങ്കാവിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ പറഞ്ഞു. എനിക്കപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ചാരങ്കാവ് ഇത്രയും ദിവസമല്ല, അത്രയും കാലം അവിടെ പഠിച്ച് 8, 9, 10. അപ്പം നമുക്ക് ആ സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും, ചാരങ്കാവ് സ്കൂള്. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ അലോട്ട്മെന്റിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുകോട്ടിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ പറഞ്ഞത്. സ്കൂളൊക്കെ എല്ലാം അടുത്താണ്. അപ്പൊ അതിനെന്തോ ഒരു ടെൻഷന്. എന്തുകൊണ്ടാണത് മറ്റതൊന്നും അവിടെ കാണാത്തത് ഞങ്ങളൊന്ന് വിളിപ്പിച്ചു. നമുക്കറിയില്ല എന്താ സംഭവം. എന്തായാലും സംഭവം ചോദിച്ചോക്കണല്ലോ. നമ്മളെ കുട്ടികളെ ഭാവി നമ്മൾ നോക്കണല്ലോ. ഓപ്ഷൻ കാണാനല്ലോ വേറെ സ്കൂളിൽ. 4ാമത്തെ ഓപ്ഷനില് നമ്മളിപ്പോ ഒരു സ്കൂള് കൊടുത്തേന്നത്. അപ്പൊ ആ ഓപ്ഷൻ ഒന്നാമതാ നിക്കണം. ബാക്കി ഓപ്ഷൻസ് ഒന്നും കാണാനില്ല. അപ്പൊ അതെന്താന്ന് അറിയാഞ്ഞിട്ട് മറ്റതൊക്കെ ഓക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അതൊന്നും കിട്ടാനുള്ളതില്ല. പിന്നെ അതല്ല നമുക്ക് അത്ര ദൂരാണ് പോവാനും. പിന്നെ കുറച്ച് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ മാർക്കും പഠിപ്പും എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളും ഓരോ വ്യത്യസ്തമാവും. അതിലൊന്നും ഇപ്പൊ നമ്മള് കഥല്ല, സാരല്ല. ചെറുപുഴ സ്കൂളിലേക്ക് സന്തോഷേട്ടനോട് പഠിച്ചിട്ടുണ്ട്, ഞാനവിടെ പഠിച്ചിട്ടുണ്ട്, അപ്പൂസോടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്കൂളിലല്ല. ആ സ്കൂളിൽ ഞങ്ങള് ഇപ്പം അവിടെ UP യിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഫുള്ള് നമ്മൾ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് പഠിക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു ബസ് ഇട്ടില്ലെങ്കിൽ നടന്നു വരാനൊക്കെ ഉള്ള ദൂരമുള്ളൂ. അപ്പോൾ ചക്കപ്പണി കിടക്കല്ലേ ഇനി. അതെ, ഈച്ച വന്നിട്ട് ഉള്ളിലേക്ക് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ തന്നെ ഈച്ചയോണ്ട് കൂട്ടാൻ വെക്കാൻ മാത്രമല്ല ഈച്ച. ഇത് ചളി എന്ന് പറഞ്ഞാൽ അത് മണ്ണല്ല കേട്ടോ. അത് ഈ ടൈമുള്ള അന്നത്തെ സംഭവങ്ങളായിട്ട് ഞങ്ങളിവിടെ പൈപ്പിട്ട് വെള്ളം അടിച്ചതാണ്. അപ്പോൾ ഈച്ച വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ അതിലേറെ ഇത് കൊണ്ടുപോയാൽ അപ്പം എന്നാൽ ഇവിടെ തന്നെ അരിഞ്ഞിട്ട് എന്തായാലും കഴുകിയതിൻ്റെ ശേഷം നമ്മൾ അടുപ്പത്ത് വയ്ക്കണത്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പോകും പിടിച്ചരിക്കാൻ പറ്റുമോ? മരത്തിൻ്റെ ആ പപ്പായ ഇതിൻ്റെ കയറിൻ്റെ ഇടയിൽ കുടിക്കച്ചത് അല്ലെങ്കിൽ കിട്ടൂല. നമ്മളെ ചക്ക നമ്മളെ താത്ത ഉണ്ടാക്കുന്ന മോഡൽ തന്നെ വേണം പറഞ്ഞിട്ടാണോ. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരു രസമല്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ കൂട്ടി വെക്കിയിട്ടുണ്ട്. നല്ല രസമാണ്.
പിന്നെ വളർന്നു. വേറെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല, അതുകൊണ്ടായിരിക്കാം അത് എത്ര രസം അല്ലേ. ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലതൊന്നും ഉണ്ടാക്കി വെക്കട്ടെ. നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെക്കില്ല. എത്ര പോരാ എന്താ അപ്പോൻ്റെ മേലത്തേക്ക് കുറച്ച് വെച്ചാൽ ഇതെന്താ പറയുക, അരിഞ്ഞട വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചക്ക തീർന്നിട്ടില്ല കേട്ടോ, അതാണ്. ഇതിലിപ്പോ എന്താണെന്നറിയോ, നമ്മൾ ഈ ചക്കേൻ്റെ അല്ലേ ഈ കളറ് മാറാൻ വേണ്ടി മാത്രം നുള്ളു മഞ്ഞപ്പൊടി ഇടുന്നുള്ളൂ, വെള്ളമായിട്ട് കിടക്കൂലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ മുളകിൻ്റെ പൊടി ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ നുള്ള്, അതൊരു പേര് മതി. അപ്പോൾ വിചാരിക്കും എരിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് എരിവൊന്നും ഇല്ല, അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഇട്ട് കൊടുക്കുക, കല്ലുപ്പാണ് ഇട്ടത്, പൊടിപ്പ് കഴിഞ്ഞു. കല്ലുപ്പാണ് നല്ലത് എന്ന് പറയുന്നേക്കാം. ഇത്ര പണിയുള്ളൂ. ഇനി ഇത് കുറച്ച് വെള്ളം, അത് പഴഞ്ചക്കയാണ് കേട്ടോ, അതാണ് വെള്ളം ഉണ്ടാവും നല്ലോണം, നല്ല അഴഞ്ഞ് നിൽക്കണ്ടേ. അപ്പോൾ ഇത്ര വെള്ളം മതി. കുക്കർ അടച്ചിട്ട് വിസിലടുപ്പിക്കാം. ചക്ക വിസിലടിച്ച് 2 വിസിലടുപ്പിച്ച് വാങ്ങിയാച്ചാണ് കേട്ടോ. അപ്പോൾ പഴഞ്ചക്ക കൊണ്ട് തന്നെ വേഗം പോകും. പിന്നെ ഒരു പണിയില്ല, നമ്മളെ താളിപ്പ്. ഫേസ്ബുക്കിൽ മെസ്സേജ് ഉണ്ട് എങ്ങനെ ചക്കക്കൂട്ട പല തരത്തിലും ഉണ്ടാക്കും കേട്ടോ. എലിശ്ശേരി ആക്കി വെക്കുന്നവരുണ്ട്, തേങ്ങയും ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരക അരച്ചിട്ട് കട്ടയാക്കി വെക്കുക, എന്നിട്ട് ഇങ്ങനെ താളിച്ച് വയ്ക്കും. നമ്മൾ ചക്ക കൊണ്ട് എല്ലാ കോലവും വെക്കലുണ്ട്, ഉപ്പേരി വരെ വെക്കും. നാളെ നമുക്ക് ഉപ്പേരി ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സംഭവം നോക്കി എത്രയേ ഉള്ളൂ. കടുക് പൊട്ടിയാക്കി കറിവേപ്പില ഒന്നിങ്ങനെ കയ്യിലിട്ടൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി അങ്ങനെ മണം കിട്ടുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കാട്ടി തീ ഓഫ് ആക്കിയിട്ട് നമ്മൾ ചക്ക ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ. അതാണ്, ഇത് പെട്ടെന്ന് പോകും. ഞാൻ വിസിലൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ചക്ക ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താളിച്ച് വെച്ച കടുകും കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കേടില്ല എന്നാല് ഈ മല്ലിപ്പൊടി ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, പ്രശ്നമില്ല. കംപ്ലൈന്റ് പറയാനില്ല. പിന്നെ ചക്കേൻ്റെ കളറിൽ കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നോക്കിയേ ഇത് കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒരു സാധനം കൂടി നമ്മൾ ഉണ്ടാക്കേണ്ട ചോറിന്, നമ്മളെ വീട്ടിൽ തന്നെ പച്ചമുളക് കേട്ടോ. ഇതിലേറെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ ഇന്ന് ഉപ്പേരിക്കെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു നമുക്ക് ഇതൊന്ന് പൊരിക്കാന്ന്, പച്ചമുളക്. അപ്പോൾ ഇത് പൊരിക്കാനും എളുപ്പമാണ്. നടുവിൽ ചെറിയ ഒരു ഹോളുണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് നിറച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുപ്പ് ഇട്ടിട്ട് അത് അതിലിട്ട് പൊരിക്കാനാണ്. ഇപ്പോൾ ഇങ്ങനെ വേണ്ട മുളക് എടുത്തിട്ട് അതിന് ഉപ്പ് നിറച്ച് കൊടുക്കുക, എന്നിട്ട് എണ്ണയിലാണ്ട് പൊരിച്ചെടുക്കുക. ആവി കുറച്ചുള്ള ചക്കക്കൂട്ടാണ്. എന്താ വൈക്കെന്ന് പറയാറില്ല, വയറ് വേദനയും ഒരു വേദനയൊക്കെ തന്നെയാണ്. എന്നാലും നീച്ചിരിക്കാൻ വൈക്കിൻ്റെ അതന്നെ പറയണ്ട, അതന്നെ അങ്ങനെ ഒരു മട്ടം, കുഴപ്പമില്ലാത്ത മട്ടത്തിൽ പോകുന്നു. മുളക് വറുത്തത് അപ്പം ചമ്മന്തി, രാവിലത്തെ ദോശയുടെ അത് ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വറക്കും. അതേപോലെ വെളുത്തുള്ളി 2 കറിവേപ്പില 2 അരച്ച് ഉപ്പ് കൂട്ടിയിട്ട് ചോറ് രസം. അത് നമ്മളുണ്ട്. ഇന്നത്തെ നമ്മളെ വീട്ടിലുള്ള നല്ല അതാണ് നമ്മളെ പ്രത്യേകത. അന്നത്തെ ഭക്ഷണത്തിൻ്റെ അച്ചാറുണ്ട്. കഴിഞ്ഞു. ഒരു ഭരണി നിറച്ചുണ്ടായിരുന്നു അല്ലേ? ഉള്ളി, അത് ഉള്ളി ഞാൻ രാവിലെ വെറുതെ വാട്ടിയിരുന്നു, കറിയൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ചക്ക കിട്ടിയത് ഇതിലൊരു സ്പെഷ്യൽ ഇതേൾ കൂട്ടിയോടെ ഇതിൻ്റെ പറഞ്ഞുതരാം കേട്ടോ. ഇത് വെറുതെ ഉള്ളി വാട്ടിയതല്ല. അപ്പം ഞാൻ ചോറ് മുട്ടേട്ടോ. എല്ലാവരും ചോറ് ഒന്നാനായ 1 മണിയായി. 1 മണി കറക്റ്റാണ്. അപ്പം നാളെ കാണാം കേട്ടോ. ബൈ.